ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുമായിരുന്നേ. തിരിച്ചു വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്നൊരു ബ്ലൗസ് കൊടുക്കാനുണ്ടല്ലോ എന്ന്. തിരക്ക് പിടിച്ച് തയ്ച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്. ആ കുട്ടിക്കാണ് നാളെ ഒരു ഫംഗ്ഷനും ഉള്ളതാണ്. എന്തായാലും ഞാൻ തയ്ച്ച് തീർന്നതിന് ശേഷമാണ് കസ്റ്റമർ മേടിക്കാൻ വന്നത്. പ്രിൻസസ് കട്ടിലാണ് ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് ഓപ്പൺ ആയിട്ട് പഫ് സ്ലീവാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിരുന്നത് ഒരു സാരി ബ്ലൗസായിരുന്നേ. ഇത് കണ്ടോ, ഈ ബ്ലൗസിനൊരു കഥയുണ്ട് പറയാൻ. ഒരു സാരി ബ്ലൗസിന് തുണി മേടിക്കാനായിട്ട് കടയിൽ ചെന്നു. അവർ പല കടയിൽ അന്വേഷിച്ചെങ്കിലും സാരി ബ്ലൗസിന് ആ കളർ തുണി കിട്ടിയില്ല. ലാസ്റ്റ് ഒരു വലിയ ഷോറൂമിൽ ചെന്ന് സാരി ബ്ലൗസിന് തുണി മേടിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴാണല്ലോ അവർ ഉദ്ദേശിച്ച തുണിയൊന്നും കിട്ടിയില്ല. അവർ ചോദിച്ചു, സിൽക്ക് ടൈപ്പ് തുണി മതിയോ എന്ന്. എന്താണേലും ആട്ടേന്ന് ഓർത്ത് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഇവരോടൊട്ട് വില എത്രയാണെന്ന് പറഞ്ഞുമില്ല, ഇവർ ചോദിച്ചുമില്ല. വില വന്നു കഴിഞ്ഞ് നോക്കുമ്പം ബില്ല് മുറിച്ച് കഴിഞ്ഞപ്പം 1665 രൂപയുടെ ബ്ലൗസിന് തുണി. സാരി അത്ര വിലയുള്ളതല്ല താനും. തുണി മേടിക്കാൻ കൂടെ അവരുടെ മോനും കൂടെ പോയതുകൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞ് വഷളാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പൈസ കൊടുത്തിങ്ങ് തിരിച്ചു പോകുന്നു. ഇതിനു മുമ്പ് എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഇത് ഒരു ബർത്ത്ഡേക്ക് ചെയ്തു കൊടുത്ത ഒരു ഉടുപ്പായിരുന്നേ. ഇത് ഒരു സാരി ബ്ലൗസ് ദുബായിലേക്ക് കൊടുത്തുവിടാനുള്ളതായിരുന്നു. ഇത് നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്നവരുടെ കൊടുത്തുവിടാനായി അമ്മ അവരുടെ മോൾക്ക് വേണ്ടി ചെയ്യിപ്പിച്ച ഒരു ബ്ലൗസായിരുന്നു ഇത്. പ്രിൻസസ് കട്ടിലാണ് ഇതും ചെയ്തെടുത്തിരിക്കുന്നത്. ബ്രൊക്കേഡ് തുണിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ഈ ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് ഞുറി വെച്ച ഇങ്ങനെ ഒരു സ്ലീവായിരുന്നു ചെയ്തെടുത്തത്. ഇത് വന്നിരുന്നത് അമ്പലത്തിലെ ഉത്സവത്തിന് കലവറ നിറയ്ക്കലിന് വേണ്ടി ചെയ്തെടുത്ത ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണിത്. ഇതിൻ്റെ സ്കേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞുറി വെച്ചിരിക്കുന്ന നല്ല അടുങ്ങിയുള്ള ഞുറിയോട് കൂടിയായിരുന്നു സ്കേർട്ട് വന്നിരുന്നത്. ടോപ്പ് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു സാരിയുടെ വിത്ത് ബ്ലൗസാണ്. പ്രിൻസസ് കട്ടിലാണ് ഈ ബ്ലൗസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഒരു കെട്ടും കൂടെ വരുന്ന രീതിയിലുള്ള ബ്ലൗസാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ നെക്കിൻ്റെ ഡിസൈൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ എല്ലാം തന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതൊരു ചുരിദാർ സെറ്റും കൊണ്ട് ചെയ്തെടുത്തതാണ്. 3 പീസ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവാണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. ഇതൊരു കസ്റ്റമർക്ക് തന്നെ ചെയ്തു കൊടുത്ത 2 ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോ ആണ്. ഫീഡിങ് ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് ഒരു വലിയ സിബ് കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സിബ് ചെയ്തിരിക്കുന്നത് കാണാതിരിക്കാനായിട്ട് അവിടെ ഒരു ബെൽറ്റ് പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രോക്ക് നൈറ്റിയുടെ 2 ഭാഗത്തും ബോഡി പാർട്ടിൻ്റെ ഇരുവശങ്ങളിലായി സിബ് കൊണ്ട് ഫീഡിങ്ങിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും മാനസിക ഉല്ലാസത്തിന് വേണ്ടി വീട്ടിൽ കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ദിവസവും ഇതിൻ്റെ അടുക്കെ കുറച്ച് നേരം സമയം ഞാൻ ചിലവഴിക്കാറുണ്ട്. സ്വന്തമായ ഒരു ചെടി നട്ട് അതിനകത്തൊരു പൂ വരുന്നത് കാണുമ്പം എന്തൊരു സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ ഒരാൾക്കൊരു സാധനം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ ഇട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുകയല്ലേ. എന്ന് പറഞ്ഞോണക്കുള്ളൊരു സന്തോഷമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ചെടി നട്ട് അതിനകത്ത് പൂ വരുമ്പോഴത്തേനും എനിക്കുള്ളത്. ഇതിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്നത് പോലും നമ്മൾ അറിയുകയില്ല. എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ കുറച്ച് ചെടിയെങ്കിലും നമ്മൾ സ്വന്തമായി നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമയാകുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്കുണ്ടാകുന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്തേക്കണേ.